നമസ്കാരം. ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. ഇതിനു മുമ്പ് എനിക്ക് ക്യാൻസർ ആരംഭിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് ഞാനിതുപോലെ ഒരു ചാനൽ തുടങ്ങിയതാണ്. പിന്നെ അന്നേരത്തെ ആ മാനസികാവസ്ഥ, നമുക്ക് കീമോ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനമെടുത്തത് വേറൊന്നുമല്ല, ക്യാൻസർ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരവസ്ഥ, ഓരോ ദിവസവും രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വർദ്ധിച്ചത് കൂടാതെ ഈ രോഗം ഒരുവിധം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് നിർത്തിക്കഴിഞ്ഞ് പിന്നീടും രണ്ടാമതും രോഗം വന്ന് വിടുന്ന ഒരുപാട് പേരെ ഞാനവിടെ കണ്ട്. അപ്പോൾ അവരൊക്കെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് തകർന്നിരിക്കണ ഒരവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നി. വേറൊന്നുമല്ല, ഗവൺമെൻറ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് 5 ലക്ഷം പിന്നെ അല്ലെങ്കിൽ 2 ലക്ഷം, ഇതാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കിട്ടണത്. എനിക്ക് 2 ലക്ഷമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് എന്നെ ഒരുപാട് പേര്, എൻ്റെ വീട്ടുകാർ, ബന്ധുക്കൾ സഹായിച്ചിട്ടാണ് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. പക്ഷേ അതൊന്നുമല്ല ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവരും അവിടെ ചെല്ലുമ്പോൾ കീമോൻ്റെ സമയത്തും ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ ഇല്ലാതെ ഇതില്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഫാർമസിയിൽ കീമോനും ഇമ്മ്യൂണോതെറാപ്പിക്കുള്ള മരുന്ന് കിട്ടണില്ല. എന്നിട്ട് ഇവർ കിടന്ന് വട്ടം ചുറ്റണയാണ് അവിടെ കിടന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഒന്നുമില്ലെങ്കിലും ഒരു കീമോ പേഷ്യൻ്റ് അവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഫാർമസിയിൽ മരുന്ന് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു സഹായമെങ്കിലും ഗവൺമെൻറ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നതാണ്. പിന്നെ ഓരോരുത്തർ ഈ ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാതെ ഫാർമസിയിൽ ഫ്രീ ആയിട്ട് പൈസ മരുന്ന് കിട്ടും എന്നും പറഞ്ഞ് ഇരുന്നിട്ട് തിരിച്ച് മരുന്ന് ചെയ്യാതെ തിരിച്ചു പോകണവർ, അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണല്ലോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരിക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് രോഗികൾക്ക് നല്ലൊരു അവസ്ഥ ആക്കി കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ്. അതിനായി ഞാൻ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിഷമിക്കണം, മരുന്നില്ലാതെ ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഒക്കെ. അടുത്ത ഈ ചാനൽ എല്ലാവരും ഇത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ പരമാവധി മിക്കവരും ഇത് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല, വെറുതെ കണ്ടുപോകൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പരമാവധി എനിക്കൊരു സഹായത്തിന് വേണ്ടിയല്ല ഞാൻ പറയണത്, പക്ഷെ മറ്റുള്ളവരെയും കൂടി സഹായിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗവൺമെൻറ് ഇത് കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.